ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഷുഗർ കെയിൻ ഫാമൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫാമൊക്കെ വളരെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി കേട്ടോ. ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്, അത് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പോയി എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. നമ്മുടെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ ഈ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ആവശ്യം. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇത് പണിയാൻ. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ മതി നമുക്കിത് പണിയാൻ. ഓരോന്നായി നമ്മുടെ ഇൻവെൻറ്ററിയിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ സെറ്റ് കഴിച്ച് ഇതൊന്ന് കഴിച്ച് ഇങ്ങനെ വളർന്ന് നിൽക്കണ്. കയറി നോക്കട്ടെ, കയറാൻ പറ്റുമോ? അയ്യോ, ഓപ്പറ അവിടെ വെച്ചു. കുഴപ്പമില്ല, കയറി നോക്കട്ടെ. എൻ്റെ മോനെ സീന്. അയ്യോ വയസ്സ്, നമ്മുടെ ഫർണേസ് ഫാമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പണിയുന്നത്. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു 8 ബ്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ 8 ബ്ലോക്ക് എടുക്കണം കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 ചെസ്റ്റ് ഇവിടെ വയ്ക്കുക, പിന്നെ ഹോപ്പർ ഇവിടെ വയ്ക്കുക. ഒക്കെ കൈ സെറ്റ്. നമുക്ക് ഈ സാൻഡല്ല, ഈ ഡേർട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ സാൻഡ് വെക്കണം കേട്ടോ ഗൈസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാൻഡ് വെക്കാം. ഓടാ, കോഴി എന്നെ കൊണ്ട് പേടിച്ചു ഗൈസ്. ഇനി നമുക്ക് ഷുഗർ കെയിൻ വെക്കാം അവിടെ. സെറ്റ് ഗൈസ്. എൻ്റെ പിന്നീട് നമുക്ക് ബ്ലോക്ക് വയ്ക്കാം. അയ്യോ, മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം. കോബിൾ സ്റ്റോൺ വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ നേരെ നോക്കണ പോലെ പിസ്റ്റൺ വയ്ക്കുക. ഓക്കെ, നമുക്ക് പിന്നെ പോയിട്ട് ഇവിടെ 2 കോബിൾ സ്റ്റോൺ വെക്കണം. പിന്നെ അതിൻ്റെ ഒബ്സർവർ ഇങ്ങനത്തെ ഈ റെഡ് ചിഹ്നമുള്ളത് നമ്മുടെ നേർക്ക് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഗൈസ്. നമുക്ക് എല്ലാതും ഇങ്ങനെ വെക്കണം. ഇതെല്ലാം റെഡ് സാധനം നമ്മുടെ മോത്തിക്ക് നോക്കിയിരിക്കണ പോലെ വേണം വെക്കാൻ. നമ്മൾ തൈക്ക് നമ്മൾ റെഡ് സ്റ്റോൺ കളക്ട് ചെയ്യുക. കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫാം വർക്കിംഗ് ആയി. ഇതെങ്ങനെ വർക്കാവും ഞാൻ കാട്ടിത്തരാം. ഓഹ്, ഈ സോംബി പോടാ. ഓക്കെ, കൊല്ല് തീർന്ന് കഴിച്ചു. അപ്പം നമ്മൾ കാട്ടിത്തരാം അതെങ്ങനെ വർക്കാവണമെന്ന്. ഈ ഹോപ്പർ ഇവിടെ വയ്ക്കുക, ഹോപ്പറല്ല, ഷുഗർ കെയിൻ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ പൊട്ടി വരും ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിങ്. അയ്യോ ഗൈസ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. പൊട്ടിക്കട്ടെ. അയ്യോ, ക്രീപ്പർ ഓടിക്കോ. ഓടറാ. വീട്ടിനുള്ളിൽ കയറാം ഗൈസ്. രാത്രി എന്നാ തോന്നണം. ഒന്ന് ഉറങ്ങി നോക്കട്ടെ. ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിയിരിക്കും. നോക്കി നോക്കാം. ഗൈസ്, ഈ ക്രീപ്പർ തീർന്നടാ. കുറേ നേരമായി തുടങ്ങിയിട്ട് ഗൈസ്. തീർക്കവനെ. ചവിട ഗൈസ്. കൊന്നുണ്ട്, ഞാൻ ചെയ്തുതരാം. അത് പൊട്ടിക്കുക ഗൈസ്. അതിക്ക് കയറണമെങ്കിൽ ഒരു വട്ടം കൂടി അടിക്ക് പിടിക്കണമായിരുന്നു ഗൈസ്. അത് ഞാൻ മറന്നുപോയി. അത് പൊട്ടിക്കുക. ഇനി അടിക്ക് കുഴിക്കാട്ടെ ഗൈസ്. 3 അടി കുഴിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ, ഹോപ്പർ എടുക്കുക ഗൈസ്. അടിക്ക് വേണമായിരുന്നു ഹോപ്പർ വയ്ക്കാൻ. എന്നാലാണ് ആ വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ അത് കണക്റ്റ് ആവത്തുള്ളൂ അതിക്ക്. അത് ഞാൻ മറന്നുപോയി. സെറ്റായി. ഇനി അത് വർക്കൗട്ടോ. ഈ പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഫാം അത്യാവശ്യം വർക്ക്. അയ്യോ, ആരടാ അത്? ഈ സ്കെൽട്ടന്മാർ 2 സ്കെൽട്ടൻ ഉണ്ട് കഴിച്ച്. നമുക്ക് കൊല്ലവരെ. പോടാ. ഇവനൊന്നും കൊല്ലാണ്ട് ആവശ്യമില്ല കഴിച്ച്. നമ്മുടെ ഷീൽഡുമ്പോൾ തട്ടി ചത്തോളൂ ഇവൻ. കഴിച്ച് ഇത്ര സിമ്പിളാണ് ഇവനെ കൊല്ലാൻ. ആ അമ്പ അവനെ മേച്ച് റിഫ്ലക്റ്റ് ആയിട്ട് അവൻ ചത്തോളൂ. നമുക്കിത് മൊത്തം ഒന്ന് മൂടണം കേട്ടോ ഗൈസ്. നമ്മൾ സ്റ്റോൺ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിക്ക് കിടക്കാം.
ഗൈസ് നമ്മുടെ പണിയൊക്കെ അത്യാവശ്യം തീർന്നു. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാം സെറ്റായി. ഷുഗർ കെ അതുവഴി നമ്മുടെ ഹോപ്പർ വഴി അങ്ങോട്ട് ചെന്നോളൂ കേട്ടോ. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ മൂൾവശം ഇങ്ങനെ മൂടിയുണ്ട്, ഇത് വർക്കിംഗ് ആയിക്കോളൂ കേട്ടോ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്, ഞാൻ ഇതൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഞാൻ എന്നിട്ട് ആൾക്ക് ക്യാരറ്റാണ് ഇപ്പോൾ കൊടുക്കണത്, കാരണം മറ്റേത് കൊണ്ട് ഒരു ഉപയോഗമില്ല ഗൈസ്. ബീട്രൂട്ട് കൊണ്ട് ഇത് എന്താ ഗൈസ് ഇതന്നെ പറഞ്ഞു, ക്യാരറ്റ് നടറാ പൊട്ടാ. ഇത് ക്യാരറ്റാന്ന് ഗൈസ്. അപ്പോൾ തൊട്ട് തുടങ്ങിയിട്ട് ഗൈസ് ഈ ക്യാരറ്റാണ് നല്ലത്. ബീട്രൂട്ട് കൊണ്ട് ഹെൽത്ത് കൂടെ തന്നെ ഇല്ല. എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡും ഉണ്ട്, ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഗൈസ് അത് വെച്ചിട്ട്. പിന്നെ അങ്ങനെ തന്നെ പിന്നെ ഇവനെയും കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞാൻ പിടിച്ചോണ്ട് വന്ന് ഇട്ടു എന്ന് മാത്രം. ഞാൻ ഇവനും കൃഷി ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിട്ടുപോയി, നമ്മളിവിടെ ഫർണേസ് ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയതായിരുന്നു, അയൺ സ്മെൽറ്റ് ചെയ്യാട്ടു. കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത്രത്തോനെ അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി നെതർ വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾക്കൊന്നും ഞാൻ നെതർ കാട്ടി തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നെതറിലേക്ക് കിടക്കാം. ഗൈസ് അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഈ വഴിയാണ് പോകേണ്ടത്. ഈ വഴി ഇത്തിരി റിസ്ക്കാണ്, അതിനും കുഴപ്പമില്ല ഗൈസ്. വേണ്ട ഗൈസ്, ഒറ്റയടിക്ക് നമ്മൾ ലാവയ്ക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. അയ്യോ ഭാഗ്യം ഗൈസ്, ഇപ്പോൾ തീർന്നേനെ ഈ വീഡിയോ ഗൈസ്. നമുക്ക് ഈ രണ്ട് സാധനം ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റത് നെതർ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് അറിയിച്ചൊന്ന് കമൻറ്റ് ചെയ്യും. സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും അടിയിലേക്ക് ഇറങ്ങാം. ഇതിനൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. ബ്ലേസ് റോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നമുക്ക് കുറച്ചൊക്കെ ബ്ലേസ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നമ്മളുള്ള സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊരു വഴി പണിയാം ഗൈസ്. പണ്ടാറം ഇതാണ് പ്രശ്നം ഗൈസ്, പൊട്ടിക്കാൻ നമുക്കിതൊക്കെ. ഗാസ്റ്റ് ഇപ്പം തുപ്പും ഗാസ്റ്റ്. ഇപ്പം തന്നെ പണി കിട്ടിയാണ് ഗൈസ്. പോടാ തീ തുപ്പി നമുക്ക് അവനെ മേത്തേക്ക് തിരിച്ചു വിടാം കേട്ടോ ഗൈസ്. പിന്നെ അവനെ തീർത്ത് കൊല്ലാൻ പറ്റും. അത് തുപ്പുമ്പോൾ തിരിച്ചതിൻ്റെ മേത്തേക്ക് അടിച്ചാൽ മതി. കണ്ടോ നോക്കിക്കോ, കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒറ്റയധികം അവനെ കൊല്ലാൻ പറ്റും നമുക്ക്. അതാണ് ഗൈസ് പ്രശ്നം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരും. അതുകൊണ്ട് ഞങ്ങൾ ചെല്ലണില്ല. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡേ ഒന്ന് ഒതുങ്ങിയിരിക്കട്ടെ, വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അയ്യോ ചത്ത്.